സ്വാഗതം വീണ്ടും മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനലിലേക്ക്. ഇന്ന് അല്പം വ്യത്യസ്തമായിട്ടുള്ള ഉണക്ക നെല്ലിക്ക ചേർത്തൊരു മീൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇവയാണ്. 10 മത്തി നന്നായി കഴുകി രണ്ടാക്കി കട്ട് ചെയ്തെടുത്തത്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അരമുറി തേങ്ങ ചിരകിയത്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു ചെറിയ ഉരുള വാളംപുളി, 6 ഉണക്ക നെല്ലിക്ക അരമണിക്കൂർ ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെച്ചത്, ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി, 2 ഇതൾ കറിവേപ്പില, 2 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത്, 1/2 ടീസ്പൂൺ കടുക്, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് അളവിൽ എണ്ണ. ഇത്രയും സാധനങ്ങളാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഉണക്ക നെല്ലിക്ക മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയറിലേക്ക് കടക്കാം നമുക്കിനി. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് കട്ട് ചെയ്ത മത്തിയിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി തിരുമ്മി പിടിപ്പിച്ച് 1/4 മണിക്കൂർ മസാല പിടിക്കാൻ വെക്കുകയാണ്. അരച്ചെടുത്ത ഉണക്ക നെല്ലിക്കയിലേക്ക് നമുക്കിനി തേങ്ങ ചിരകിയിട്ടിട്ട് കൊടുക്കാം. അരച്ചെടുത്ത ഉണക്ക നെല്ലിക്കയിലേക്ക് നമുക്കിനി തേങ്ങ ചിരകിയിട്ടിട്ട് കൊടുക്കാം. നല്ല ജീരകം ഇട്ട് കൊടുക്കുക. ഇതും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചട്ടിയിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഇഞ്ചി ഇട്ട് കൊടുക്കുക. വാളംപുളിയും കൂടി ഇട്ടിട്ട് അര ഗ്ലാസ് വെള്ളത്തിൽ നമുക്കിതൊരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. മീൻ വേവുന്ന സമയം കൊണ്ട് നമ്മൾ നന്നായിട്ട് അരച്ചു വെച്ചിരിക്കുന്ന ആ പേസ്റ്റിലേക്ക് നിങ്ങൾക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാം. നമുക്ക് കറിക്ക് കൂടുതൽ
ഗ്രേവി ആവശ്യമാണെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കാം. അഞ്ച് മിനിറ്റ് വെന്ത ശേഷം അടപ്പ് തുറന്ന് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമായിട്ടുള്ള അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും ഇത് അടച്ചു വെച്ച് ചെറുതീയിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കാം. മീൻ വേകുമ്പോൾ തന്നെ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മീൻ നന്നായി വെന്ത് കുറുകി വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ താളിച്ച് വെച്ചിരിക്കുന്ന കടുക് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. കുറച്ച് നേരം അടച്ച് വച്ചതിന് ശേഷം നമുക്ക് ഈ കറി ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ മീൻ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു പുതിയ വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.